ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് ഞാനിന്ന് ഉണ്ടാക്കിയത് ഫേസ്ബുക്കിൽ കണ്ട ഒരു വൈറൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പക്ഷേ അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് കൊളായിപ്പോയി കേട്ടോ. അപ്പോൾ അത് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കുന്നത് അഫ്ഗാനി റൈസും അതേപോലെ ബീഫ് മുഗ്ലായിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നേന്ത്രപ്പഴവും പൂവമ്പഴവും റോബസ്റ്റ് പഴമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒരു കൊട്ടയിലാക്കി വെച്ചു. അപ്പോൾ ഈ പഴം കണ്ടപ്പോൾ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അത്ര മൂഡില്ല കേട്ടോ. ഇത്രയും പഴങ്ങളുണ്ട്, അപ്പോൾ ഇത് കഴിച്ചാൽ പോരേ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു കേട്ടോ. അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ അത് കൊളായി പോയതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കിച്ചണിൽ വന്നിട്ട് ആദ്യം തന്നെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഫിയിലോട്ട് കടലയാണ് കഴിക്കുന്നത്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വൈറൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2ആയിട്ട് കഷ്ണമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തൊലിയും കൂടി കളയുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ ഇത് കൊളായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് റെസിപ്പിയൊന്നും കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നില്ല, കാരണം എനിക്കിത് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി നോക്കണം എന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ എല്ലാം കൂടി തിരക്കായതുകൊണ്ടേ അത് വേവ് കൂടി പോയതാണ് കൊളാവാൻ കാരണം. അല്ലെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ പുഴുങ്ങാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു ബൗളിലോട്ട് കുറച്ച് കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് തിളച്ച പാലൊഴിക്കാം. ഒരു അര കപ്പോളം തിളച്ച പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബീഫ് മുകളായിക്കുള്ള ബീഫ് മസാല തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 3/4 കിലോ ബീഫ് നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ വാരാനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സാധാരണ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും അതുപോലെ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡറും അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണിൻ്റെ 1 ക്യൂബും പിന്നെ അതുപോലെ ഒരു മുറി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച ബട്ടർ മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ബട്ടർ മിൽക്കിന് പകരമായിട്ട് നമുക്ക് തൈര് ചേർത്താൽ മതി കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താൽ മതി. തൈര് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ബട്ടർ മിൽക്ക് തയ്യാറാക്കി കൊടുത്തത്. ഇനി നമുക്കത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഐസായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല പോലെ ഇളക്കിയെങ്കിൽ മാത്രമേ അതൊന്ന് അരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം മിനിമം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് അഫ്ഗാനി റൈസിലോട്ടും അതുപോലെ തന്നെ ബീഫ് മുകളയിലോട്ടുള്ള സവാള കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ പകുതി മതിയാവും റൈസിലോട്ട്, ബാക്കി 1.5 നമുക്ക് ബീഫിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ അഫ്ഗാനി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാനും വെച്ചിട്ടുണ്ട്. അതുപോലെ ബീഫ് ഉണ്ടാക്കാൻ ഒരു കുക്കറും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാറ്റോ അവിടെ ഒരു അടുപ്പത്ത് വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടി ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ നമ്മുടെ ആ സമയത്ത് തന്നെ നമ്മുടെ ഇതിവിടെ വെന്ത് ഇട്ടിട്ടുണ്ട്. പൊട്ടാറ്റോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ചൂടോട് കൂടി തന്നെ നമുക്കത് തൊലി കളയണം. അപ്പോൾ അതൊരു റിസ്ക്കാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു റെസിപ്പി ചെയ്യുമ്പോഴാണ് നമുക്ക് പറ്റിയ അമളികളൊക്കെ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ 2ാമത് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്യുകയായതുകൊണ്ട് തന്നെ ഫുൾ അമളികളായിരുന്നു ഇന്ന്. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ചൂടോട് കൂടി തന്നെ ഇതാവണം. പക്ഷേ ഈ ചൂടോട് കൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കുകയും വേണം. അപ്പോൾ അതിനൊരു ട്രിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ കിടക്കട്ടെ ഏതെങ്കിലും. ഇതിപ്പോൾ ഏതെങ്കിലും കൊളായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ പറ്റിയ അബദ്ധങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പിന്നെ ചൂടോട് കൂടി തന്നെ നമുക്ക് ഞാനിത് തൊലിയൊക്കെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പാനും കുക്കറൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ഇതിലോട്ട് ബീഫിലോട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ അഫ്ഗാനി റൈസിലോട്ട് ഞാനിവിടെ കോൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ റൈസ് ബ്രെയിൻ ഓയിലോ അല്ലെങ്കിൽ നമ്മളെ സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇതിലോട്ട് ഓയിൽ ഒഴിക്കുന്നതിൻ്റെ അതേ അളവ് തന്നെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. രണ്ടും ഒരേ അളവ് തന്നെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ അഫ്ഗാനി റൈസ് നല്ല ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മുഗ്ലായി ബീഫ് എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിലോട്ട് ഞാൻ 1.5 സവാള ബീഫിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ബീഫിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ഉള്ളത് നമുക്ക് ഇതിലോട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിലോട്ട് കാണുന്നില്ല, അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടാണ്. അപ്പോൾ നമുക്കിത് നല്ല ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇവിടെ പാനിൽ നമ്മൾ ഓയിലും അതുപോലെ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാനിലോട്ട് നമ്മൾ ഒരു ഹാഫ് സവാള ഉണ്ടായിരുന്നല്ലോ കട്ട് ചെയ്തത്, അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇതും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇവിടെ ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു വിധം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്, പണി കിട്ടിയതാണെന്ന്. അപ്പോൾ ഏതായാലും നമുക്കിത് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കുകയും വേണം. അപ്പോൾ അതിനുള്ള പരിശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇതുപോലെ മാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ബാക്കിയൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം എന്തായാലും കോളായി പോയിക്കണല്ലോ, വെറുതെ ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫിൻ്റെ സവാള അവിടെ നല്ലപോലെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, പോയോക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല പാകമായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് എനിക്കൊരു 3/4 മണിക്കൂറേ ബീഫ് റെസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ മോക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാനും വേണ്ടിയിട്ട് രാവിലെ തന്നെ അങ്ങോട്ട് ലഞ്ചും തയ്യാറാക്കലാണ് ഞാൻ. അപ്പം രാവിലെ നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് എന്താണോ അത് രാവിലെ തന്നെ വേഗം തയ്യാറാക്കിയിട്ട് അത് തന്നെയാണ് കുട്ടികൾക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 പണിയില്ലല്ലോ നമുക്ക്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ലഞ്ചും കൂടി ആവും ചെയ്യും, കുട്ടികൾക്ക് നല്ല ഫുഡ് കൊടുത്തേക്കും ചെയ്യാം. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എണീറ്റ് തന്നെ ലഞ്ചിനുള്ളതൊക്കെ റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ 8:30 മണിയാകുമ്പോഴേക്ക് ലഞ്ചും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുമിച്ചാവും. ഈ ബീഫ് മുഗളയിലോട്ട് ഇതുപോലെ മസാല തേച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ബീഫിലോട്ട് നല്ലോണം പിടിക്കട്ടോ. അപ്പോൾ ഇത് നമുക്ക് 3/4 മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ, രാവിലെ തന്നെ ആയതുകൊണ്ട്, രാവിലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കുന്നത് കൊണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്കിത് ഇതിലോട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കുന്നത് കൊണ്ട്. നമുക്ക് ആ ഒരു പാത്രം ഉണ്ടല്ലോ, നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പാത്രം, ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കൊടുക്കാം. അതിപ്പോൾ തന്നെ ചെയ്യേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അതിലോട്ട് നല്ലപോലെ ഒന്ന് മസാല പിടിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു അഫ്ഗാനി റൈസിലോട്ടുള്ള സവാള നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. സാജീരകം, അതുപോലെ ചെറിയ ജീരകം, പിന്നെ അതുപോലെ ചെറിയ മാഗി ക്യൂബിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ അതുപോലെ ജാതിപ്രതി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ആ ഒരു സവാളയിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് മുരിയട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. 4 വിസിൽ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ടാൽ മതി. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കൂടുതൽ വെള്ളം വേണ്ട. അപ്പോൾ ഈ ബീഫ് മുഗ്ലായി ഒരു കറി ടൈപ്പല്ല, കുറച്ച് ഗ്രേവി ഉണ്ടാവുള്ളൂ, തിക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരെ വേവിക്കാം. അപ്പോൾ ഇവിടെ സവാളൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് റൈസിന് വേണ്ടിയിട്ടുള്ള. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതിന് 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് വാരി വെച്ച അരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ മുമ്പ് കുതിർക്കാനായിട്ട് വെച്ചതായിരുന്നു. രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് അരി കുതിരാനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ.
അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് ശേഷമാണ് ബീഫൊക്കെ പിന്നെ മസാല തേച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം വറ്റുന്ന സമയത്ത് നമ്മൾക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അഫ്ഗാനി മസാലയും അതുപോലെ നമ്മൾ കുങ്കുമപ്പൂവും പാലിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇവിടെ കുക്കർ 4 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊരു തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കേണ്ടത്. കാരണം ഇതിലോട്ട് എല്ലാ സോസുകളും ഒഴിക്കുന്നത് കൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴേക്കും ഇവിടെ കെറ്റിലിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജഗ്ഗിൽ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കാരണം ഇത് ലീഫാണ് കേട്ടോ ചായപ്പൊടി. അപ്പോൾ ഇതിൽ കിടന്നിട്ട് കുറച്ച് സമയം ഇരുന്നെങ്കിൽ അത് കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഇട്ടിട്ട് അടച്ച് വെക്കലാണ് കേട്ടോ. ആ തിളച്ച വെള്ളം ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ഇവിടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊളായി പോയ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള നല്ല ഒരു മെത്തേഡിൽ ഞാൻ വേറെ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ അവർ പറഞ്ഞ പോലെ ചെയ്തപ്പോഴാണ് ഇത് കൊളായി പോയത്. ഇനിയിപ്പോൾ വേറെ രീതിക്ക് മാറ്റി ചെയ്ത് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് സോയാ സോസും ടൊമാറ്റോ സോസുമാണ് കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഈ ഒരു സംഭവം ഇതിലോട്ടിട്ട് ഇളക്കലാണ് പതിവ്. അപ്പോൾ ആ ഇളക്കലിൽ മറ്റേത് ആകെ കൊളായിപ്പോയിട്ടോ, അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ അവിടെ പോയിട്ടുണ്ട്, തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അത് നമുക്ക് വറ്റിച്ചെടുക്കണം. അത് വെള്ളം പാടില്ല കേട്ടോ. വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പാലിൽ നിന്ന് എടുക്കുന്ന പാൽപ്പാട ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തതാണ്. അല്ല വാങ്ങിച്ച ഫ്രഷ് ക്രീമൊന്നുമില്ല കേട്ടോ, വീട്ടിൽ ഉണ്ടാക്കിയ ഫ്രഷ് ക്രീം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബീഫ് മുഗ്ലായി നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു അഫ്ഗാനി റൈസിലോട്ട് നെയ്ച്ചോറിലോട്ടൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. അതേപോലെ ചപ്പാത്തി പൊറോട്ട അതിലോട്ടൊക്കെ നല്ല ഒരു കോമ്പിനേഷൻ ആയിട്ടുണ്ടാവും. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു മസാല തേക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തയക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ടിട്ട് ഇത് വിളമ്പാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ 8:30 മോക്ക് സ്കൂളിൽ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇന്ന് നമ്മൾ കൊടുത്തയക്കുന്നത് അഫ്ഗാനി റൈസും അതുപോലെ തന്നെ ബീഫ് മുഗ്ലായിയാണ് കേട്ടോ. വേറെ ഒന്നും ആവശ്യമില്ല, ഇതന്നെ മതിയാവും. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു പാത്രത്തിൽ ഈ ഒരു ബീഫ് മുഗ്ലായിൽ കുറച്ചൊരു ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ അത് ലീക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വായിൽ വെച്ചിട്ട് അതിൽ ബീഫ് മുഗ്ലായി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കെട്ടിയതിന് ശേഷമാണ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ലീക്കാവില്ല. മറ്റേത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഗ്രേവി ഒന്നും കാണില്ല, ബീഫിൻ്റെ പീസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് ഈ പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം. എന്നിട്ട് നല്ലപോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് നല്ലൊരു കവറിലിട്ടിട്ട് വേണം കൊടുത്തയക്കാൻ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോയിട്ടോ. അതിനുശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മുടെ ഈ ഒരു മസാല പൗഡർ ഒക്കെ ഇടുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ഈ കണ്ടെയ്നർ, അപ്പോൾ ഇതിൽ എല്ലാ മസാലപ്പൊടികളും ഇതിലാണ്ടല്ലേ. അപ്പോൾ ഇതിലൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് ഫില്ലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. രാവിലെ ഇന്നിപ്പോൾ ഇതിൽ മസാലപ്പൊടികളൊന്നും ഇല്ലാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് എല്ലാം തീർന്നിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ ബാക്കി. അപ്പോൾ ആദ്യം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അതിൽ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, സെൻറ്ററിലെ പോർഷനിൽ ഉപ്പുമാണ് ഇട്ട് കൊടുക്കൽ.
ഇന്നിത് കാലി കിടന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് രാവിലത്തെ കുക്കിങ്. ഇപ്പം ഇന്നലെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഈ സെൻറ്ററത്തെ പോർഷൻ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ടിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ ഈ മസാലപ്പൊടികൾ ഇടുന്ന സമയത്ത് ഉപ്പിലോട്ടാവും. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് ഉപ്പിട്ടിട്ട് അതിലോട്ട് തന്നെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, കുപ്പിയിൽ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നത്. അപ്പോൾ നമ്മളെ കൊളായ ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ടേസ്റ്റിന് കേട്ടോ കഴിക്കാൻ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പിന്നെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല സംഭവമാണ് കേട്ടോ, നല്ല ഇവർക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയോ, വേവ് കൂടിപ്പോയിട്ട് ഷേപ്പ് ഔട്ട് ആയിപ്പോയി, അത്ര പ്രശ്നം വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ചായടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഗാർഡനിലോട്ട് ഇറങ്ങാൻ പോകാം കേട്ടോ. ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളീച്ചയുടെ ശല്യം നല്ല പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെടികൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഹാൻഡ് വാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ കുറേ ദിവസം അതിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയിലും കുറേ ചെടികൾക്കുണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മടി പിടിച്ചിട്ട് കുറച്ച് ദിവസം ചെടിയൊന്നും നോക്കിയിട്ടില്ല. ഇത് ഡെയിലി നോക്കിക്കൊണ്ടിരിക്കണം ഗാർഡനൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമുക്കൊരു ദിവസം റെസ്റ്റ് കിട്ടില്ല. ഡെയിലി നനക്കും വേണം. പിന്നെ അതുപോലെ ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടോ, വളത്തിൻ്റെ കുറവുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മരുന്നൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് നനക്കാൻ നിൽക്കുന്നത് കേട്ടോ. അല്ല ഞാൻ നനച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ മറന്നു പോയി വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ചെടിക്കാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ചെയ്യാഞ്ഞാൽ പിന്നെ അടുത്തുള്ള ചെടികൾക്കൊക്കെ അത് പകരും. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഡെയിലി ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചു കൊടുത്താലും മതി, എന്നാലേ ഇത് പറ്റ പോവുള്ളൂ. ഒരു ദിവസം അടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിക്ക് മെയിൻറ്റ് ചെയ്യാഞ്ഞാൽ വീണ്ടും വരും, അങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈ അടുത്ത ചെടിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഒരു കടന്നലോ വേട്ടവെള്ളം എന്തൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട്. അത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ അത് പൊട്ടിച്ച് ഇതായാലും അതിൻ്റെ പ്രാണികളൊക്കെ പുറത്ത് വന്നിട്ട് നമ്മളൊക്കെ കുത്തുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനത്തതൊക്കെ ഈ ചെടീൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മളെ കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ്. കുട്ടികളൊക്കെ വന്ന് പിടിച്ചാൽ ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് മെല്ലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പ്രാണികളുണ്ടെങ്കിൽ നമ്മളെ കടിക്കും, പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെല്ലെ എടുത്ത് കട്ട് ചെയ്ത് നിലത്തോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴെങ്കിലും വല്ല ചൂലുകൊണ്ടൊക്കെ എടുത്തിട്ട് ഒന്ന് പുറത്തോട്ട് മാറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനത്തതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ചെടീൻ്റെ ഇടയിലുണ്ടാവും കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് ഇത്രയും എടുക്കുന്നുള്ളൂ. ഇനി വേഗം കുളിച്ചിട്ട് അകത്ത് കയറണം. നനച്ചതിന് ശേഷം അവന് നനക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നനക്കൽ പിന്നെ പെട്ടെന്ന് തീരും, 5-10 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിയും. പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ സാധാരണ രീതിയിൽ വൈകുന്നേരമാണ് എടുക്കാറ്. ഇനി വൈകുന്നേരത്തെ മഴയിട്ട് വന്നാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല വിചാരിച്ചിട്ട് ഇപ്പം തന്നെ ചെയ്തതാണ് കേട്ടോ. ചിലപ്പോൾ വൈകുന്നേരം മഴ പെയ്യുമായിരിക്കും. അപ്പോൾ ഇന്നലെ കുറച്ച് പാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വലിയ ഒരു ഇതൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് നനക്കുന്നേ ഉള്ളൂ. ചെടീൻ്റെ ചുവട്ടിലൊക്കെ നല്ല നനവുണ്ട് കേട്ടോ. പിന്നെ ഈ ചട്ടിയിലുള്ള ചെടികൾക്കൊക്കെ പെട്ടെന്ന് കുറച്ച് സമയം തന്നെ വെയിലറച്ചാൽ പിന്നെ ആ നനവൊക്കെ പെട്ടെന്ന് പോവും. അപ്പോൾ ചെടികൾക്കാണ് നനയ്ക്കേണ്ടത്. അപ്പോൾ അത് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അഫ്ഗാനി റൈസും ഈ ബീഫ് മുഗ്ലായി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിലൊരു പപ്പടം പോലും പൊരിച്ചിട്ടില്ല, അതിനൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ്, നല്ല കോമ്പിനേഷനും ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കണം. നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്, നമ്മൾ എപ്പോഴും ഉണ്ടാക്കാത്ത ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പി രണ്ടും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.